വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ തർക്കം. പ്രാദേശിക നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർത്തിയത് രൂക്ഷ വിമർശനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടിമയായി ജീവിക്കാനില്ലെന്ന് വയനാട് ജില്ലാ നേതൃത്വം തുറന്നടിച്ചു. ഭവന പദ്ധതിക്കായി പണമടയ്ക്കാത്ത കമ്മിറ്റികളെ പിരിച്ചുവിടുമെന്ന പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വിമർശനം. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, എന്താണ് വീണ്ടും ഈ ഫണ്ട് പിരിവിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ തർക്കമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം? അരുൺകുമാർ ബാധിതർക്കായി കോൺഗ്രസിന്റെ ഭവന പദ്ധതിയൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചതൊക്കെ വലിയ വിവാദമായിരുന്നു. ഇതുവരെ വീടുകളൊന്നും തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. ഈ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡേഴ്സ് ക്യാമ്പിൽ ആണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജില്ലാ തലത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ വിമർശനമുണ്ടായത്. കഴിഞ്ഞ 21-ാം തീയതിയാണ് മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ജില്ലാ ക്യാമ്പിന് ഉദ്ഘാടകനായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം എത്തിയത്. എന്നാൽ 3 മണിക്കൂർ വൈകിയാണ് രാഹുൽ എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരിൽ പിന്നീട് ചുരുക്കം ചില ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിന്റെ പ്രസംഗം തുടക്കം മുതൽ തന്നെ ജില്ലയിലെ ഭാരവാഹികൾക്കെതിരെ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾക്കെതിരെ ശക്തമായ വിമർശനം സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഉയർത്തി. അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് നേതൃത്വത്തിനോട് പറയുകയും ചെയ്തു. ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് വയനാട്ടിൽ നിന്ന് യൂത്ത് പദ്ധതിക്ക് ആവശ്യമായ സഹായം ലഭിച്ചില്ല എന്നതായിരുന്നു കാരണം. പല നിയോജക മണ്ഡലം കമ്മിറ്റികളും ഒരു പ്രതികരണമുണ്ട്, നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. 31-ാം തീയതിയോടുകൂടി മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റി ഔദ്യോഗികമായിട്ട് പുറത്താവും. പിന്നെ ഈ സംഘടനയെ നയിക്കാനും ആരും ഉണ്ടാവില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ നിലവിൽ രാജി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമയായിട്ട് ജീവിക്കാനൊന്നും ഇവിടെ ആൺകുട്ടികളെ കിട്ടൂല, നട്ടലിൽ പണയം വെച്ചവന്മാരെ കിട്ടുമായിരിക്കും. നമുക്ക് താല്പര്യമില്ല. പിന്നെ അജു അന്നത്തെ പരിപാടി അഷറഫൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചെന്നു, നമ്മൾ പരിപാടി ഉഷാറാക്കി. നമ്മളൊന്നും മോഹിച്ചിട്ടുമില്ല, 10 ഉറുപ്പിക ഇട്ട് വേണ്ടേന്താനും പാർട്ടിയും കൊണ്ട്. ഈ പറയുന്ന പ്രിയ ചേട്ടൻ്റെ ജോലിക്കാർ ഇന്ന് എടുത്തിട്ടപ്പോഴും നട്ടലില്ലാത്ത ആൾക്കാരാണ് യൂത്ത് കോൺഗ്രസിലുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നതിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ദീപക് മോഹൻ, രൂക്ഷമായ പ്രതികരണമാണ്. തീർച്ചയായും അരുൺകുമാർ, ഈ കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റിനെതിരെ വലിയ വിമർശനമുണ്ടായി. കാരണം ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു നിയോജക മണ്ഡലം കമ്മിറ്റിയും ഈ ദുരന്തത്തിന്റെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന വീടിന് വേണ്ടിയുള്ള പണം തിരിച്ചു നൽകിയിട്ടില്ല. ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ പണം. എന്തായാലും യൂത്ത് കോൺഗ്രസിൽ ഇത് തർക്കങ്ങൾ അവസാനിക്കുന്നില്ല, ഒരു ഫണ്ട് പിരിവാണ് പ്രശ്നം.